ഹല്ലേലൂയ. പ്രിയരെ, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉയർന്നു നിന്ന രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിരുന്നു: ഞങ്ങളിൽ ആരാണ് വലിയവൻ? രണ്ടാമത്തേത്, അവൻ എന്ത് സംഭവിക്കും? അവൻ എന്ത് സംഭവിക്കുമെന്നുള്ള ചോദ്യം ഉന്നയിക്കപ്പെട്ടത് യോഹന്നാനെ പറ്റിയാണ്. കാരണം യേശുവിനാൽ അധികം സ്നേഹിക്കപ്പെട്ട ശിഷ്യൻ, യേശുക്രിസ്തുവിന്റെ മാർവോട് പറ്റിച്ചേർന്ന് കിടക്കുവാൻ ഭാഗ്യം ലഭിച്ചവൻ, യേശുവിനെ സദാസമയം അനുഗമിക്കുന്നവൻ, മാത്രമല്ല ക്രിസ്തു ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ മൂന്നാമത്തവനായി ഏറ്റവും ഇളയവനായ യോഹന്നാനെ കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉയർന്നു നിന്ന ആശങ്കയാണ്: യോഹന്നാനെ പറ്റി ദൈവത്തിന്റെ പദ്ധതി എന്താണ്? പ്രിയരെ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ആശങ്കകൾ ഉയർന്നു വന്നേക്കാം. കാരണം അധികം ആരാധിച്ചിട്ടും അധികം പ്രാർത്ഥിച്ചിട്ടും അധികം ദൈവസന്നിധിയിൽ നിന്നിട്ടും പലപ്പോഴും ജീവിതത്തിൽ നേരിടുന്ന കാറ്റും കോളും നമുക്ക് നമ്മുടെ ഭാവിയെക്കുറിച്ച് ആശങ്ക ഉയർത്താറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കും നമ്മോടൊപ്പം ക്രിസ്തീയ ജീവിതത്തിൽ സഹയാത്രികരായ പലർക്കും തന്നെ നമ്മെക്കുറിച്ചുള്ള, നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക ഉയരാറുണ്ട്. ഇവൻ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവനാണോ? ഇവൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നവനാണോ? ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ ഇവന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങൾ നേരിടാറുണ്ട്. പ്രിയരെ, അത്തരത്തിലുള്ള ആശങ്കകൾ ജീവിതത്തിൽ ഉയരുമ്പോൾ യോഹന്നാനെ പറ്റി ചിന്തിക്കുക. യോഹന്നാൻ യേശുവിനാൽ അധികം സ്നേഹിക്കപ്പെട്ട ശിഷ്യനാണ്. എന്നാൽ ഹല്ലേലൂയ, കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം യോഹന്നാന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പീഡനങ്ങൾ, അനുഭവിച്ചിട്ടുള്ള ക്രൂരതകൾ ഏറെ വലിയതാണ്. എഫെസോസിൽ വെച്ച് ശക്തമായ പീഡനത്തിനിരയായി. മാത്രമല്ല, തിളച്ച എണ്ണയിൽ വരെ മുക്കപ്പെട്ടു. ഒടുവിൽ പത്മോസിന്റെ ദ്വീപിൽ ഏകനാക്കപ്പെട്ടു. തനിക്ക് ചുറ്റും പത്മോസിൽ ശവം തിന്നാൻ കടന്നു വന്ന പക്ഷികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിന്റെ നടുവിൽ താൻ ഏകനായിരിക്കുമ്പോഴും ഒരുപക്ഷെ യോഹന്നാന്റെ ജീവിതത്തിൽ ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടായേക്കാം. കാരണം ക്രിസ്തുവിനാൽ അധികം സ്നേഹിക്കപ്പെട്ടവനാണോ? താൻ ഈ കഷ്ടതയൊക്കെ അനുഭവിക്കുവാൻ ഹല്ലേലൂയ എന്തു പാപമാണ് താൻ ചെയ്തത് എന്നൊക്കെയുള്ള ചോദ്യം ഒരുപക്ഷെ ഉയർന്നു വന്നേക്കാം. എന്റെ ഭാവനയിൽ പറയുകയാണ്. എന്നാൽ പ്രിയരെ, ഹല്ലേലൂയ, യോഹന്നാനെ പറ്റി ആ ചോദ്യം ചോദിച്ച പലരും തന്നെ ആയുസോടെ ഹല്ലേലൂയ ഇരുന്ന് യോഹന്നാൻ എന്തു സംഭവിക്കുന്നു എന്ന് കാണാൻ കഴിഞ്ഞില്ല. അവർക്ക് മുന്നമേ അവരെല്ലാം ഈ ലോകവാസം വിട്ടുപോയി. പക്ഷെ എന്നാൽ യോഹന്നാൻ ദീർഘായുസോടെ കൂടെ ഇരുന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ തേജോമയമായ സ്വർഗീയ രൂപം കണ്ട് ആസ്വദിക്കുവാനും ഹല്ലേലൂയ പത്മോസിന്റെ ഏകാന്തതയിൽ താൻ അനുഭവിച്ച ഹല്ലേലൂയ ദൈവ സാന്നിധ്യവും വെളിപ്പാടും ഏറെ വലുതായിരുന്നു. മറ്റാർക്കും അനുഭവിക്കാൻ കഴിയാത്ത സ്വർഗീയ സാന്നിധ്യം അനുഭവിച്ചിട്ട് യോഹന്നാൻ ലോകത്തെ നോക്കി വിളിച്ചു പറഞ്ഞു: ഹല്ലേലൂയ, കർത്താവായ യേശുക്രിസ്തു വരുന്നു. അന്ത്യകാലത്ത് സംഭവിക്കുവാൻ പോകുന്ന സംഭവങ്ങളെ യോഹന്നാൻ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു. പ്രിയരെ, ഹല്ലേലൂയ, യോഹന്നാന്റെ ജീവിതത്തിൽ കഷ്ടതകൾ ഏറെ ഉണ്ടായിട്ടും യോഹന്നാൻ ഒരിക്കലും ദൈവത്തെ തള്ളി പറഞ്ഞില്ല. പകരം ഹല്ലേലൂയ ആ കഷ്ടതയുടെ നടുവിൽ സ്വർഗീയനായ യേശുക്രിസ്തുവിനെ കണ്ട് തന്റെ സ്നേഹത്തെ ഒരിക്കൽ കൂടി ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തി കൊടുത്തു, ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തു. നമ്മുടെ ജീവിതത്തിലും കഷ്ടതകളും പ്രയാസങ്ങളും നിരാശകളും കാറ്റും കോളും തിരമാലയും ഒക്കെ നേരിടുമ്പോൾ നാം ഒന്ന് ചിന്തിക്കുക: കർത്താവ് നമ്മെ അധികം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, യേശുക്രിസ്തു അനുഭവിച്ച ക്രൂശിന്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും നാം മനസ്സിലാക്കുക, യേശു നമ്മെ സ്നേഹിക്കുന്നു. ഏത് സാഹചര്യത്തിലും നമ്മെ കൈവിടാത്തവനാണ്. കഷ്ടതയുടെ നടുവിൽ സ്വർഗീയനായ തേജോമയനായ യേശുക്രിസ്തുവിനെ കാണുവാൻ നമ്മെ കർത്താവ് അനുവദിക്കും. എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ആമേൻ.